ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 18ാം സീസൺ പ്ലേ ഓഫിനോട് അടുക്കവേ എല്ലാവരുടെയും ശ്രദ്ധ നേടുന്നത് വൈഭവ് സൂര്യവംശിയാണ്. 14-കാരനായ രാജസ്ഥാൻ റോയൽസ് താരം കളി മികവ് കൊണ്ട് ഏവരെയും ഞെട്ടിച്ചിരിക്കുകയാണ്. രാജസ്ഥാൻ നായകൻ സഞ്ജു സാംസന് പരിക്കേറ്റപ്പോൾ പകരക്കാരനായാണ് വൈഭവ് ഓപ്പണിംഗിലേക്ക് എത്തിയത്. നേരിട്ട് ആദ്യ പന്ത് മുതൽ തന്നെ സിക്സർ പായിച്ച വൈഭവ് എല്ലാവരുടെയും മറുപടി നൽകി. പിന്നീട് IPL ഇതുവരെ കാണാത്ത ബാറ്റിംഗ് വിസ്മയമാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ 35 പന്തിൽ സെഞ്ചുറി നേടിയാണ് വൈഭവ് ഏവരുടെയും കൈയടി നേടിയത്. 9ാം ക്ലാസ് വിദ്യാർത്ഥിയായിരിക്കേണ്ട പ്രായത്തിൽ IPL ഇന്ത്യക്കാരൻ്റെ വേഗമേറിയ സെഞ്ചുറി, IPL ഒരു താരം നേടുന്ന രണ്ടാമത്തെ വേഗതയേറിയ സെഞ്ചുറി എന്നീ നിരവധി റെക്കോർഡുകളാണ് താരം തകർത്തത്. ഇതോടെ രാജസ്ഥാൻ റോയൽസിനെ മാത്രമല്ല ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ അടുത്ത ഹീറോയായി വാഴ്ത്തപ്പെടുന്നതാണ് വൈഭവ്. എന്നാൽ ഇത്ര ചെറുപ്പത്തിലെ മികവ് കാട്ടുന്ന താരങ്ങളിൽ മിക്കവരുടെയും കരിയർ പിന്നോട്ട് താഴെ പോകുന്നതാണ് കാണാനാകുന്നത്. വിനോദ് കാംബ്ലെയും പൃഥ്വി ഷാ എല്ലാം ഇതിൻ്റെ ഉദാഹരണമാണ്. ഈ പട്ടികയിലേക്ക് പേര് ചേർക്കാൻ സാധ്യതയുള്ള താരമാണ് വൈഭവ്. എന്നാൽ ഇത് മുന്നിൽ കണ്ട് കൂടുതൽ പരിശീലനം വൈഭവിന് നൽകുന്നത് രാജസ്ഥാൻ റോയൽസിന്റെ പരിശീലകനായ രാഹുൽ ദ്രാവിഡാണ്. കൃത്യമായ പദ്ധതികളോടുകൂടി താരത്തെ മികച്ച ഭാവിയിലേക്ക് എത്തിക്കേണ്ടത് ദ്രാവിഡിന്റെ കൈകളിലാണ്. മറ്റ് താരങ്ങളെക്കാൾ കൂടുതൽ പരിശീലന സമയം വൈഭവിന് നൽകുന്നുണ്ട്. യുവതാരമായതിനാൽ അത്ര പെട്ടെന്ന് മടുക്കില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം നെറ്റ്സിൽ പരിശീലനത്തിൽ ഏർപ്പെടാൻ ദ്രാവിഡ് നിർദ്ദേശിച്ചിട്ടുണ്ട്. നേരത്തെ 400 പന്തുകൾ ദിവസം നെറ്റ്സിൽ വൈഭവ് നേരിട്ടിരുന്നു. എന്നാൽ അത്രയും പന്തുകൾ ഇപ്പോൾ നേരിടുന്നില്ല. നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ സമയം വ്യക്തമായ പരിശീലകനാണ് വൈഭവിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. നെറ്റ്സിൽ മാത്രമല്ല ഷോട്ട് സെലക്ഷന്റെ കാര്യത്തിലും ക്ലാസും വൈഭവിന് എടുക്കുന്നുണ്ട്. സെഞ്ചുറി നേടിയെങ്കിലും വൈഭവിന്റെ ക്ലാസിക് താരമാണെന്ന് പറയാനാകില്ല. കണ്ണും പൂട്ടിയുള്ള അടിയാണ് താരത്തിൻ്റേത്. മികച്ച സാങ്കേതികത യുവതാരത്തിന് അവകാശപ്പെടാനില്ല. ഈ സാഹചര്യത്തിൽ താരത്തിന്റെ സാങ്കേതിക മികവ് ഉയർത്താൻ പരിശീലനം നൽകുന്നുണ്ട്. ടീമിന്റെ പരിശീലനത്തിന് ശേഷം പ്രത്യേകമായി വൈഭവിന് ഷോട്ട് തിരഞ്ഞെടുപ്പിനെ കുറിച്ചും ഫുട്വർക്കിനെ കുറിച്ചും ദ്രാവിഡ് ക്ലാസ് നൽകുന്നുണ്ടെന്നാണ് വിവരം. വൈഭവിന് ഇപ്പോൾ ശരീരത്തിന്റെ ഇലാസ്റ്റിസിറ്റിയെ മുതലാക്കി കളിക്കുന്നവയാണ്. എന്നാൽ ഇതുകൊണ്ട് അധികം നാൾ മുന്നോട്ട് കൊണ്ടുപോകാനാകില്ല. മികച്ച സാങ്കേതികതയില്ലെങ്കിൽ ഫ്ലാറ്റ് പിച്ചുകൾക്ക് പുറത്ത് ഫ്ലോപ്പായി മാറും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വൈഭവിന്റെ സാങ്കേതികത മെച്ചപ്പെടുത്താനുള്ള ക്ലാസുകളാണ് ദ്രാവിഡ് കൂടുതൽ എടുക്കുന്നത്. വൈഭവ് സൂര്യവംശിക്ക് പ്രായം 14 ആണെന്നുള്ള ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ വിശ്വസിക്കാൻ പ്രയാസമാണ്. പ്രായത്തിൽ കൂടുതൽ ശരീര വളർച്ചയാണ് താരത്തിനുള്ളത്. ഇപ്പോഴത്തെ താരത്തിന്റെ ശരീരം നോക്കുമ്പോൾ 18 മുകളിൽ പ്രായമുള്ള ആളുടെ പോലെയാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ പ്രായം മുന്നോട്ട് പോകുമ്പോൾ വൈഭവിന്റെ തടി കൂടാൻ സാധ്യതയുണ്ട്. പൃഥ്വി ഷായ്ക്ക് സംഭവിച്ചതുപോലെ അമിത ശരീരഭാരം വരാനുള്ള സാധ്യതയാണ് ഏറെയുള്ളത്. ഇത് മനസ്സിലാക്കി കൃത്യമായ ഭക്ഷണക്രമം വൈഭവിനെ തയ്യാറാക്കുന്നുണ്ട്. ഇതനുസരിച്ചാണ് ഇപ്പോൾ വൈഭവ് മുന്നോട്ട് പോകുന്നത്. ഇത് വൈഭവിനെ മികച്ച ഫിറ്റ്നസ്സിലേക്കും എത്തിക്കുമെന്നാണ് കരുതുന്നത്. നിലവിലെ വൈഭവിന്റെ ഫിറ്റ്നസ് അല്പം മോശമാണ്. ദ്രാവിഡിന്റെ കൃത്യമായ പദ്ധതികളിലൂടെ വൈഭവിന് പൂർണ്ണ ഫിറ്റ്നസ്സിലേക്ക് എത്താൻ സാധിക്കും. കൂടുതൽ താരങ്ങളുടെയും ബാധിക്കുന്ന പ്രധാന പ്രശ്നം പ്രണയവും ഡേറ്റിങ്ങും പബ് ലൈഫുമാണ്. എന്നാൽ ഇവയ്ക്കെല്ലാം കർശന നിയന്ത്രണമാണ് ദ്രാവിഡ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഫോൺ അത്യാവശ്യ സമയത്ത് മാത്രമാണ് താരത്തിന് നൽകുന്നത്. പുറത്തുപോയി ലൈഫ് അടിച്ചു പൊളിക്കുന്ന ക്രിക്കറ്റ് താരങ്ങളുടെ ജീവിതശൈലിയിൽ നിന്നും വൈഭവിനെ മാറ്റിയെടുക്കേണ്ടത് ദ്രാവിഡിന്റെ ഉത്തരവാദിത്തമാണ്. ഇപ്പോൾ അതിലേക്ക് പോയാൽ താരത്തിന്റെ ക്രിക്കറ്റിൽ നിന്നുള്ള ശ്രദ്ധ തിരിയും. കളത്തിനുള്ളിലെ പെരുമാറ്റ ചട്ടത്തടക്കം വൈഭവിന് ക്ലാസ് നൽകുന്നുണ്ടെന്നാണ് വിവരം. ആദ്യ മത്സരത്തിൽ ഔട്ടായപ്പോൾ വൈഭവ് കരഞ്ഞിരുന്നു. അത്രത്തോളം നിഷ്കളങ്കനാണ് വൈഭവ്. ഈ സാഹചര്യത്തിൽ താരം മാനസികമായി കരുത്താർജിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. Subscribe to One India and never miss an update.